ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ നിയമപരമായിട്ടുള്ള അറിവുകൾ നൽകുന്ന ഒരുപാട് വീഡിയോസ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ അവ കണ്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രവണത കക്ഷികളിൽ കണ്ടുവരുന്നു. പലപ്പോഴും കക്ഷികൾക്ക് അത് സ്വന്തം ജീവിതത്തിന്റെ വിപരീത ഫലമാകും ചിലപ്പോൾ നൽകുക, പ്രത്യേകിച്ച് കുടുംബ കോടതി കേസിൽ. ഈ പ്രവണത ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അറിവ് നേടണം, ശരി തന്നെയാണ്. നിയമപരമായിട്ടുള്ള അറിവുകൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് അറിവ് നേടാൻ അത്യാവശ്യം തന്നെ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവിതത്തിൽ ആ അറിവുകൾ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും നൽകുന്നത്. ഓരോ കേസും വ്യത്യാസമാണ്. യൂട്യൂബ് വീഡിയോകളിൽ അഭിഭാഷകർ പറയുന്നത് പൊതുവായ നിയമവശങ്ങളും കുറെ കോടതി പ്രൊസീജിയറുകളും നടപടികളുമാണ്. എന്നാൽ അത് പ്രത്യേകിച്ച് കുടുംബ കോടതി കേസുകളിൽ അത് ഓരോ വ്യക്തിയുടെയും സാഹചര്യം, സാമ്പത്തിക പശ്ചാത്തലം, കുട്ടികളുടെ കാര്യം എന്നിവ എല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഫാക്ടുകളായിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ കണ്ട വിധി അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കണ്ട അഭിപ്രായം നിങ്ങളുടെ കാര്യത്തിലും അതുപോലെ ബാധകമാകുമെന്ന് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അത് ശരിയല്ല. ചിലപ്പോൾ അർത്ഥ സത്യങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അപകടകരമായ ചില വ്യൂസ് കിട്ടാൻ വേണ്ടി ആകർഷകമായ തലക്കെട്ടുകളോടെ ചിലപ്പോൾ വരുന്നതായിരിക്കാം. ചിലപ്പോൾ അതൊക്കെ നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരാം. അപ്പൊ അതൊന്നും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കരുത്. നിയമത്തിലെ എല്ലാ വശങ്ങളും അത്തരം ചെറിയ വീഡിയോകളിൽ ഒന്നും, ഈ പറയുന്ന അഭിഭാഷകർ പറയുന്ന വീഡിയോകളൊന്നും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. പ്രായോഗിക അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത് കണ്ട് ഒരു അഭിഭാഷകനെ സമീപിക്കുമ്പോൾ തെറ്റായ പ്രതീക്ഷകൾ വച്ചു പുലർത്താൻ കാരണമാകും. കാരണം ഒരു മുൻവിധിയോടുകൂടി ഒരു അഭിഭാഷകന്റെ അടുത്ത് എത്താൻ ഒരു കക്ഷി നിർബന്ധിതനായി മാറും. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഈ വീഡിയോസ് ഒക്കെ കണ്ട് തെറ്റായ ചിന്തകൾ മനസ്സിൽ വെച്ച് അത് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ കേസിൽ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു മുൻവിധിയോടുകൂടി ഒരു അഭിഭാഷകനെ കാണുമ്പോൾ ആ ഒരു അഭിഭാഷകന് ഒരു തുറന്ന അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ആ മുൻവിധി നമുക്ക് മാറ്റിയെടുക്കാനോ വളരെ പാടായിരിക്കും. വരും ഓരോരുത്തരും കുടുംബ കോടതി കേസുകളിൽ വരുന്നവർ ഓരോരുത്തർ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയവരായിരിക്കാം, ചിലർ മാനസികമായിട്ട് തകർന്നവരായിരിക്കാം, ചിലർക്ക് കൗൺസിലിംഗ് വേണ്ടവരായിരിക്കാം. അവരുടെ ഒരു പ്രശ്നബാധിതമായ സമയത്ത് ഉണ്ടാക്കി ചിന്തിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് റിയൽ ടൈമിൽ അത് അപ്രസക്തമായിരിക്കാം. പക്ഷെ ഈ ഒരു മുൻവിധിയോട് കൂടി വരുമ്പോൾ ഒരു അഭിഭാഷകന് അവരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എന്റെ ഓഫീസിൽ പോലും അങ്ങനെയുള്ള കക്ഷികൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അതൊരു ശരിയായ പ്രവണതയല്ല. ചില മുൻവിധികളുണ്ട്. എനിക്ക് ഇത്ര തുക ജീവനാംശം കിട്ടും അല്ലെങ്കിൽ കുട്ടിയെ എനിക്ക് കിട്ടും എന്ന് ഉറപ്പിച്ച് വീഡിയോയിൽ ഇടുന്ന അഭിഭാഷകനെ കേട്ട് നമ്മളെ മുമ്പിൽ വരുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അത് ഓരോരുത്തരുടെ സാഹചര്യം, ഓരോരുത്തരുടെ കേസിന്റെ ഫാക്ട്സ്, കോടതികളുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പം ഒരു അഭിഭാഷകൻ വസ്തുതകൾ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കക്ഷി തയ്യാറാകാത്ത സാഹചര്യം ഇപ്പൊ നിലവിൽ വരും. കാര്യം മുൻവിധി എന്താണ്? വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഇത് വക്കീലിന് അറിയില്ല എന്നുള്ളൊരു ചിന്തയിൽ മുൻവിധിയോടുകൂടി സംസാരിക്കും. അതൊരു അഭിഭാഷകന് ഒരു കക്ഷിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം കോടതിയിലെ നടപടിക്രമങ്ങൾ, ഒരു നിയമ പുസ്തകത്തിലെ നിയമവും കോടതിയിൽ അത് നടപ്പിലാക്കുന്ന രീതിയും തമ്മിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. അഭിഭാഷകർ വീഡിയോസ് ഇടുമ്പോൾ അവരുടെ അനുഭവ സമ്പത്ത് കൊണ്ടുണ്ടാവുന്ന വീഡിയോസ് ആണ് ഇടുന്നത്. അത് കണ്ട് എന്റെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കോടതിയിലെ നടപടിക്രമങ്ങൾ, നിയമപുസ്തകത്തിലെ നിയമവും കോടതിയിൽ അത് നടപ്പിലാക്കുന്ന രീതിയും തമ്മിൽ മാറ്റം ഉണ്ടാകും. ഓരോ കോടതിയുടെ രീതികളും ഓരോ ജഡ്ജിമാരുടെ നിരീക്ഷണങ്ങളും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് നിങ്ങളുടെ അഭിഭാഷകന് മാത്രമേ കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കൂ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ യൂട്യൂബ് വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന നിയമപരമായിട്ടുള്ള അറിവ് ഒരു പ്രാഥമിക അറിവ് മാത്രമേ കരുതാവൂ. അത് സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരു മുൻവിധിയോടുകൂടി നോക്കി കാണരുത്. പറഞ്ഞു.